ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാസം മുന്നേ ഇട്ടൊരു വീഡിയോയുടെ കാര്യം തന്നെയാണ്. ഒത്തിരി പേര് വന്ന് കമൻറ്റ് വന്ന് അതെന്നെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ ഞാൻ ഇടുന്ന മറ്റു വീഡിയോയ്ക്ക് അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്. 12 ചെയ്തു, റിസൾട്ട് കിട്ടി, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര്, ചിലർ കിട്ടിയില്ല എന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് പുതിയതായിട്ട് വരുന്നവർക്ക് ഈ 12 എന്നതാണെന്ന് അറിയാനായിട്ടൊരാഗ്രഹം. അപ്പോൾ അതുകൊണ്ട് അവരെന്നോട് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ, അപ്പോൾ നിങ്ങൾ തമനയിൽ കണ്ടിച്ച് നെഗറ്റീവ് പറയാനായിട്ട് ഓടി വരണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കേട്ടതിന് ശേഷം നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ ചെയ്യട്ടെ. ഒരാളൊരു കാര്യം ചോദിക്കുമ്പോൾ അവരുടെ കാര്യം കൂടെ നമ്മൾ നോക്കണ്ടേ. ഇവരൊക്കെ സപ്പോർട്ട് ഉണ്ടല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ ചോദിക്കുന്ന കാര്യങ്ങൾ മൈൻഡ് ചെയ്ത് നമ്മൾ വിട്ടാൽ ആ ഒരു സപ്പോർട്ട് നമുക്ക് അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് വെറുതെ ആയിപ്പോത്തില്ലേ. അതുകൊണ്ട് ഇങ്ങോട്ടൊരു സഹായം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഒരു ഉപകാരം ചെയ്ത് കൊടുക്കണ്ടേ. അതുപോലെയുള്ളത് വിചാരിച്ചാൽ മതി കേട്ടോ. ഞാനത് പറയുന്നത് നെഗറ്റീവായിട്ട് വിചാരിക്കില്ല കേട്ടോ. എന്നിട്ട് കമൻറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ആരെല്ലാം വന്നിച്ചേക്കും ഇതുവരെ ഇത് തീർന്നില്ലേ, ഇത് ചുമ്മാതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നവരോടൊക്കെ പറയുന്ന വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾ പറയാം. ഞാൻ ഒരു മാസം മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക, ആർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ഇത് എത്രമാത്രം പ്രയോജനമായിട്ടുണ്ടെന്ന് ഒക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ 12 എന്നുള്ള വീഡിയോ ആണ്. അതിനുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്നാന്നുള്ളത് പറയാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ 12 എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് ആദ്യമേ ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പലരും ഇതിന് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവർക്ക് ഞാൻ ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടാതെ പോയെന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാകും. അവർ വീണ്ടും ഇതുപോലൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. 100% ഉറപ്പുള്ളൊരു കാര്യമാണ് ഈ 12 എന്ന് പറയുന്ന സംഖ്യ എഴുതിയാൽ നമുക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ളത്. ഇത് ചുമ്മാ ഒരു തമാശയല്ല, ഇതൊരു ഏഞ്ചൽ നമ്പറാണ്. നമ്മൾ വിശ്വാസത്തോടു കൂടി ചെയ്താൽ 100% ഉറപ്പായിട്ട് പറയുന്നത്. എത്രയോ പേരുടെ കമൻ്റ് ആണെന്നറിയോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ആ കമൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും ചില കമൻറ്റൊക്കെ എത്ര ആത്മാർത്ഥമായിട്ടാണ് അവരെ കമൻറ്റ് ഇട്ടേക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞെ, എൻ്റെ ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ക്യാമറയിൽ ഞാൻ എടുക്കുമ്പം ഇതെൻ്റെ ഇടത്തെ കൈ, ഇതെൻ്റെ വലത്തെ കൈയാണ്. പക്ഷേ ഇത് ഇടത്തെ കൈയായിട്ടും ഇത് വലത്തെ കൈയായിട്ടാണ് കാണുന്നത്. കൈ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്യൂടെക്സ് ഇട്ടേക്കുന്ന ഒറ്റൊരു വ്യത്യാസമാണ് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറയുന്നു, നമ്മുടെ ഇടത്തെ കൈയാണ് നമുക്ക് ഈ 12 എന്നെഴുതാൻ നമുക്ക് ആവശ്യമുള്ളത്. ഇടത്തെ കൈയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം ഞാൻ ഇടത്തെ കൈയിൽ നമ്മൾ ഈ വിരലിലാണ്, ഇടത്തെ വിരലിലാണ്, ഈ മോതിര വിരലിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇടത്തെ കൈയിൽ മോതിര വിരൽ. ഞാനിപ്പോൾ ഈ കൈ കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ കാണുമ്പം എൻ്റെ വലത്ത് കൈ ഇടത്ത് കൈയായിട്ടും ഇടത്ത് കൈ വലത്ത് കൈയായിട്ട് കാണുന്നതുകൊണ്ടാണ് നമ്മുടെ മോതിര വിരലിൽ ആണ് എഴുതുന്നത്. ഇടത്തെ കൈയിൽ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, ഇടത്തെ കൈയിൽ മോതിര വിരലിൽ. അതിപ്പോൾ മോതിരം കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഒരു 12 ഇവിടെ എഴുതി വെച്ച് ഒരു 12 ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മാറ്റി എഴുതരുത്. 2 12 നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് വേണം എഴുതാനായിട്ട്. ഒത്തിരി അകത്തി എഴുതരുത്. മോതിര വിരലല്ലേ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ എന്നോർത്ത്. ഞാൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ വിരലിൻ്റെ ദണ്ട് ഇവിടെ ഒരു വരയുണ്ടല്ലോ, ഇതിൻ്റെ ഈ നടുക്കാണ് ഞാൻ എഴുതുന്നത്. 12 എന്നുള്ളത് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വിരലിൻ്റെ നടുക്ക് നമ്മൾ എഴുതുക. എഴുതിയതിന് ശേഷം ഞാനിപ്പോൾ കൈ കാണിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ അതേ പിടിച്ച് വരല്. ഞാൻ വീണ്ടും പറയുന്നു, ഇടത്തെ കയ്യിലാണ് എഴുതുന്നത്. ഇടത്തെ കയ്യിലെ മോതിര വിരലിലാണ് എഴുതുന്നത്. ഈ 12 നമ്മൾ എഴുതേണ്ടത്. അപ്പം നമ്മളിത് എഴുതുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി മുതൽ നമുക്ക് വൈകിട്ട് 7 മണി വരെ സമയമുണ്ട്. ഒത്തിരി പേര് എന്നോട് പറഞ്ഞു 5 മണിക്ക് എഴുതി, 7 മണിക്ക് എഴുതി. അങ്ങനെയൊക്കെ നിങ്ങൾ എഴുതിയ യാതൊരു പ്രയോജനം നിങ്ങൾക്ക് കിട്ടത്തില്ല. രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെയാണ് ഇതിൻ്റെ സമയം. ഇതിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണേലും അരമണിക്കൂർ എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഏത് സമയം വേണമെന്നുള്ളത്. അല്ലാതെ അത് നിങ്ങൾ ഇന്ന സമയമോ എന്നില്ല. ഇപ്പം നിങ്ങൾ ആദ്യത്തെ ദിവസം ചിലപ്പം ഒരു 6:30 എഴുതിയിരിക്കുന്നത്, പിറ്റേ ദിവസം നിങ്ങൾ 6:30 എഴുതണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഈ 7 മണിക്കുള്ളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ എഴുതിയാൽ മതി. പിന്നെ നിങ്ങൾ മറന്നു പോകുന്നവരുണ്ടെങ്കിൽ ഒരു അലാറം വെക്കുക. അപ്പം നിങ്ങൾ ഓർക്കും എന്തിനാണ് അലാറം വെച്ചേക്കുന്നതില്ല. അങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ അരമണിക്കൂർ നമ്മുടെ കയ്യിൽ ഇത് എഴുതുന്ന സമയത്ത് ഒന്നെങ്കിൽ പച്ചമഷി അല്ലെങ്കിൽ നീലമഷി, ഇതിലേതെങ്കിലും ഒരു മഷി നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. കറുപ്പ് നിങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. നീലമഷിയും പച്ചമഷിയാണ്. പച്ചമഷിയാണെങ്കിൽ ഏറ്റവും ഉത്തമം എന്നാണ് പറയുന്നത്. നീലമഷിയോ പച്ചമഷിയോ ഉണ്ട്. നിങ്ങൾ പിന്നെ ഇത് ആദ്യം എഴുതുന്നത് ഏത് മഷി കൊണ്ടാണോ ആ മഷി കൊണ്ട് തന്നെ വേണം ഇത് അവസാനം വരെ എഴുതാനായിട്ട്. അല്ലാതെ കുറച്ച് എഴുതി വെച്ച് നിങ്ങൾ ഒരു 2-3 ദിവസം നീലമഷി കൊണ്ട് എഴുതി വെച്ച്, അല്ല നീലമഷി കിട്ടിയില്ല പച്ചമഷി കിട്ടിയുള്ളൂ എന്നും പറഞ്ഞ് നിങ്ങൾ അടുത്ത മഷി കൊണ്ട് എഴുതരുത്. നീല കളറോ അല്ലെങ്കിൽ പച്ച കളർ മഷി കൊണ്ട് മാത്രമേ നിങ്ങളിത് ആദ്യം ഈ 1 തൊട്ട് 21 ദിവസം വരെ നിങ്ങൾ എഴുതാവുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ മഷി മാറ്റരുത്. അത് ഒരു കാര്യം.
പിന്നെ നിങ്ങൾ എഴുതുമ്പം നല്ലപോലെ മഷി തെളിയുന്ന ഒരു പേന കൊണ്ട് എഴുതുക. ഒന്നെങ്കിൽ ഒരു പേപ്പർ എഴുതി വെക്കുക. ഞാൻ എഴുതുമ്പോൾ എപ്പോഴും എങ്ങനെയാ വെച്ചാൽ നമ്മുടെ കൈയുടെ ഇവിടെ ഒന്ന് ഞാൻ ചുമ്മാ ഒന്നിങ്ങനെ വരച്ച് നോക്കും. കാര്യം നമുക്കപ്പോൾ അറിയാം കയ്യിൽ തെളിയുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ എന്നിട്ട് നമ്മുടെ കയ്യിൽ എണ്ണമയം ഉണ്ടെങ്കിൽ കൈ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തുടച്ച് ഉണങ്ങിയ വിരലെ വേണം എഴുതാനായിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നാലേ അത് തെളിയുള്ളൂ. എന്നിട്ട് ഒറ്റ പ്രാവശ്യം എഴുതുക. ഒന്നൊന്ന് ഒരു പ്രാവശ്യമേ എഴുതാവുള്ളൂ, രണ്ടെന്നും ഒരു പ്രാവശ്യം എഴുതാവുള്ളൂ, വീണ്ടും ഒന്നൊന്ന് ഒരു പ്രാവശ്യം, വീണ്ടും രണ്ടെന്ന് പ്രാവശ്യം. ഈ ഒന്നിൻ്റെ പുറത്തോട്ട് വീണ്ടും ഒന്നേ നമ്മൾ കറുപ്പിക്കാൻ വേണ്ടി എഴുതിയാൽ അത് രണ്ടെഴുത്താകും. അത് നമുക്ക് പ്രയോജനം കിട്ടത്തില്ല അങ്ങനെ എഴുതുന്നത്. പിന്നെ ഉള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇതൊരു അരമണിക്കൂർ നിങ്ങൾ മാഞ്ഞു പോകാതെ സൂക്ഷിക്കുക. ഇപ്പം ഈ 12 നമ്മുടെ കയ്യിൽ എഴുതി നമ്മളത് നമ്മൾ മനസ്സിൽ നമ്മുടെ ഏതാഗ്രഹമാണോ ആ ആഗ്രഹം മനസ്സിൽ കൊണ്ടുവന്ന് വെച്ച് അത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ 12 എഴുതട്ടെ. വേറെ പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന് നിങ്ങൾ ചെയ്യരുത്. ചിലപ്പോൾ അത് എഴുതുന്ന കൂട്ടത്തിലായിരിക്കും വേറെ ആരുടെയും കാര്യം കൂടെ മനസ്സിലേക്ക് വരുന്നത്. അത് ഓർത്തുകൊണ്ടിരുന്ന് എഴുതരുത്. നമുക്ക് ആവശ്യം എന്നാണോ അത് മാത്രം നമ്മൾ മനസ്സിൽ കൊണ്ടുവരും. മനസ്സ് ഒരു മിനിറ്റ് എന്തെങ്കിലും സ്വസ്ഥമാക്കിയതിന് ശേഷം എൻ്റെ ആവശ്യം ഇതാണ്, എനിക്കത് സാധിച്ച് കിട്ടിയേ പറ്റൂ, എനിക്കത് സാധിച്ച് കിട്ടണം എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോട് കൂടിയാണ് ഞാനിത് എഴുതുന്നത്. എനിക്ക് ഉറപ്പായിട്ട് സാധിച്ച് കിട്ടും എന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ഏത് ദൈവത്തെയാണോ ആ ദൈവത്തെ നമ്മൾ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക, ദൈവം എൻ്റെ കാര്യം സാധിക്കണമെന്നും കൂടെ. എന്നിട്ട് നമ്മൾ ഈ ഏഞ്ചൽ നമ്പർ കയ്യിൽ എഴുതുക. എഴുതി വെച്ച് ആ നമ്പറിൽ 2 സെക്കൻഡെങ്കിലും നമ്മളൊന്ന് നോക്കിയെന്ന് നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിച്ച് അരമണിക്കൂർ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് മാഞ്ഞു പോകരുത്. അത് എഴുതി വെച്ച് നമ്മൾ വലിയ പരിപാടിക്കൊന്നും പോകരുത്. ചെറിയ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, ഇല്ലെന്നല്ല. പക്ഷേങ്കിൽ ആ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ നമ്പറിലൊന്ന് നോക്കുക, നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഒന്ന് പ്രാർത്ഥിക്കുക, എനിക്ക് സാധിച്ച് കിട്ടണം, എനിക്ക് വിശ്വാസമുണ്ട് എന്ന് നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് നോക്കുക. അങ്ങനെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമ്മൾ ഈ കയ്യിൽ മാഞ്ഞു പോകാതെ സൂക്ഷിക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് ഇത് തന്നെ മാഞ്ഞു പോകട്ടെ, യാതൊരു കുഴപ്പവും. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാര്യം നമ്മളിപ്പോൾ എഴുതി കഴിച്ച് ഇത്രയാണ് നമ്മൾ ഈ 12 എന്നുള്ള കാര്യത്തിന് വേണ്ട എഴുതുന്നതിൻ്റെ ഉള്ള കാര്യങ്ങൾ. ഇനിയിപ്പം നമ്മൾ ഇത് എഴുതുന്നതിന് എന്തെങ്കിലും നോയമ്പോ കാര്യങ്ങളോ ഉണ്ടോ എന്നായിരിക്കും അടുത്ത ചോദ്യം. ഒരു നോയമ്പും ഇല്ല. പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തും എഴുതാം, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം, യാതൊരു കുഴപ്പമില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. ചിലർക്ക് കുളിച്ച് ശുദ്ധിയായതിനു ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ മനസ്സെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ. അങ്ങനെ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല, നിങ്ങളുടെ കാര്യം സാധിച്ചു കിട്ടും. നിങ്ങളുടെ വിശ്വാസമാണ് ഇതിൽ പ്രധാനം. പിന്നെ നമ്മൾ മീൻ കൂട്ടുന്നോ ഇറച്ചി കൂട്ടുന്നോ അങ്ങനെ ഒന്നുമില്ല, ഒരു നോയമ്പും ഇല്ല ഇതിന്. നിങ്ങൾക്ക് മനസ്സിൽ വിശ്വാസമാണ് പ്രധാനമായിട്ട് വേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എഴുതി നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി എഴുതി ചിലർക്ക് 2 ദിവസം കൊണ്ട് കിട്ടും, ചിലർക്ക് എഴുതുന്ന അന്ന് തന്നെ റിസൾട്ട് കിട്ടും, ചിലർക്ക് 21 ദിവസം കഴിഞ്ഞ് 28 ദിവസമൊക്കെ ആകുമ്പോഴാണ് ചിലർക്ക് റിസൾട്ട് കിട്ടുന്നത്. ആ 28 ദിവസം നിങ്ങൾ എഴുതണമെന്നല്ല പറയുന്നത്, നിങ്ങൾ കറക്റ്റ് 21 ദിവസം എഴുതിയാൽ മതി. ചിലപ്പോൾ 21 ദിവസം കഴിഞ്ഞായിരിക്കും നമുക്ക്. അങ്ങനെ എനിക്ക് ഒത്തിരി പേര് കമൻറ്റ് ഇട്ടു, ഇത് എഴുതിയതിന് ശേഷം 21 ദിവസമായിട്ടും കാര്യം സാധിച്ചില്ല, അത് ഉപേക്ഷിച്ചതാണ്, ഇനി നടക്കുകയല്ലെന്നുള്ള ഇത് ഇരുന്നു, പക്ഷെ പ്രതീക്ഷിക്കാതെ അത് നടന്നു എന്ന് പറയാം. അങ്ങനെ നമ്മളിത് വിശ്വാസത്തോടു കൂടി എഴുതിയാൽ ഒരിക്കലും നമ്മളിത് കൈവിടുകയില്ല. ഈ ഒരു ഏഞ്ചൽ നമ്പർ നമ്മളെ കൈവിടുകയില്ല. അത് നമ്മളെ എപ്പോഴാണെങ്കിലും നമ്മളെ തുണയ്ക്കും. അതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്, നമുക്കത് നടക്കും. പിന്നെ ഇത് എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ വരും, ഒരുപാട് തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി മറന്നു പോവുക, നമ്മൾ എഴുതാൻ വിട്ടു പോവുക, ചിലപ്പോൾ നമ്മളത് എഴുതുന്നത് തെളിയാതെ വരിക. അങ്ങനെ എനിക്ക് ഒരുപാട് തടസ്സങ്ങളായിരുന്നു കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം കഴിഞ്ഞാണ് എനിക്കൊന്ന് ശരിയായത്. എന്നിട്ടാണ് ഞാനിതൊന്ന് എഴുതി കഴിഞ്ഞ് പിന്നെ ഞാനങ്ങ് ശരിക്കും എൻ്റെ വിശ്വാസത്തിലായി, എന്നാലും ഇത് എഴുതി തീർത്തിട്ടുള്ളൂ, എനിക്ക് വിശ്വാസത്തോടുകൂടി എനിക്കിത് കാര്യം സാധിച്ചു കിട്ടും. അങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കിതിൻ്റെ റിസൾട്ട് കിട്ടിയത്. അപ്പം അതുപോലെ നിങ്ങൾ ഒത്തിരി പേര് പറയുമോ എഴുതാൻ പറഞ്ഞു, അതൊക്കെ നമുക്ക് ഓരോരോ തടസ്സങ്ങൾ വരുന്ന, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാത്തതുകൊണ്ടാണ്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കാതിരുന്ന് ചെയ്തപ്പോഴാണ് എനിക്കിങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ വന്നത്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞപ്പം എനിക്കത് എഴുതാനും പറ്റി, കൃത്യമായിട്ട് ഞാനത് ഓർക്കാനും തുടങ്ങി. ഒരു ദിവസം പോലും മറന്നു പോകാതെ 21 ദിവസം കൃത്യമായിട്ട് എഴുതാൻ തുടങ്ങി. പിന്നെ ചിലർക്ക് ഡേറ്റ് എഴുതുന്ന എന്നാന്ന് ഓർമ്മ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കലണ്ടറിൽ ആ ഒരു 12 എന്നുള്ളത് ഒന്ന് എഴുതിയിടുക. എന്നിട്ട് നമ്മുടെ പേരും അവിടെ നിന്ന് എഴുതിയിട്ടേക്കുക. അപ്പോൾ നമുക്ക് ഓർമ്മ വരും നമ്മൾ എന്നാണ് എഴുതി തുടങ്ങിയെന്നുള്ളത്. പിന്നെ നിങ്ങൾ ഇത് എഴുതി കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ കാര്യം സാധിച്ചു കഴിയുമ്പം നിങ്ങൾ ഒരിക്കലും ഇത് എഴുതാതെ ബാക്കി എഴുതി തീർക്കാതെ പോകരുത്. കാര്യം അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പിന്നീട് നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ച് ഇത് എഴുതുമ്പോൾ നിങ്ങൾക്കത് സാധിച്ച് കിട്ടത്തേയില്ല. പലരും എഴുതി മറന്നുപോയി, റിസൾട്ട് കിട്ടി, പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ മറന്നുപോയി. നമ്മൾ ഒരിക്കലും അത് മറക്കാൻ പാടില്ല. കാര്യം വെച്ചാൽ നമുക്ക് അത്രയും ആവശ്യമുള്ളൊരു കാര്യമായിരിക്കുമല്ലോ നമ്മളിതിൽ ആവശ്യപ്പെട്ട് എഴുതിയേക്കുന്നത്, ഇല്ലേ? നമുക്കത് കിട്ടുകയില്ല എന്നുള്ളൊരു കാര്യമായിരിക്കുമല്ലോ നമ്മളത് ആഗ്രഹം മനസ്സിൽ
വിചാരിച്ച് എഴുതിയത്. അപ്പം അങ്ങനെയുള്ളപ്പം നമുക്കത് സാധിച്ച് കിട്ടിയപ്പം നമ്മൾ അതിൻ്റെ നന്ദി വേണം കാണിക്കാനായിട്ട്. അല്ലാതെ നമ്മളത് നന്ദി കാണിക്കാതെ പോയാൽ പിന്നീട് നിങ്ങൾ നിങ്ങളുടെ എന്നാ ആഗ്രഹം പറഞ്ഞ് എഴുതിയാലും നിങ്ങൾക്ക് ഒരിക്കലും അത് സാധിച്ച് കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ഏതൊരു കാര്യത്തിനുണ്ടെങ്കിലും നമുക്കൊരു വിശ്വാസം, അതാണ് പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൊരു വിശ്വാസം വേണം. അപ്പം ആ ഒരു ഇതിൽ നമ്മളെ വിശ്വസിച്ച് വേണ്ട ആ 21 ദിവസം നിങ്ങളത് എഴുതി പൂർത്തീകരിച്ചതിന് ശേഷമേ അടുത്തൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ എഴുതാൻ തുടങ്ങാവുള്ളൂ. പിന്നെ അടുത്തൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ എഴുതാൻ തുടങ്ങുമ്പം ഈ 21 ദിവസം കഴിഞ്ഞ് 7 ദിവസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം നിങ്ങൾ അടുത്ത ആഗ്രഹം എഴുതി തുടങ്ങാനായിട്ട്. പിന്നെ ചിലർ ചോദിച്ച കാര്യങ്ങളുണ്ട്. ഈ 12 എഴുതുന്ന സമയത്ത് ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ നമുക്കിത് ആവശ്യപ്പെടാമുള്ളൂ. നമ്മൾ ആദ്യം ഒരു കാര്യത്തിന് വേണ്ടി ഇത് ആവശ്യപ്പെടുക, എന്നിട്ട് നിങ്ങൾ അടുത്ത കാര്യത്തിന് വേണ്ടി അത് സാധിച്ചതിന് ശേഷം നിങ്ങൾ ശ്രമിക്കുക. എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് നമ്മൾ വിചാരിക്കാൻ നിൽക്കില്ല. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുക, അത് സാധിച്ചിട്ട്. പിന്നെ ഞാൻ വേറെ കുറേ വീഡിയോസ് ചെയ്തതുണ്ട്, അതിൻ്റെ കൂടെ ചോദിച്ചിട്ടുണ്ട് ഈ 12 എഴുതുന്ന കാര്യം തന്നെ, ഈ ആവശ്യം തന്നെ ഈ ഒരു ഇതും ചെയ്ത് അതിൻ്റെ കൂടെ ഈ ഒരേ കാര്യം തന്നെ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അപ്പം നമ്മൾ ഏതിനാണ് നമുക്ക് റിസൾട്ട് കിട്ടിയത് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു കാര്യത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുക. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ 12 എഴുതുന്ന സമയത്ത് നമ്മളോട് ആരെങ്കിലും ചോദിക്കും, ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ചിലപ്പോൾ വീട്ടിൽ ഇരിക്കുക പെട്ടെന്നൊന്ന് പുറത്തോട്ട് പോകേണ്ടി വന്നു, അപ്പോൾ നമുക്കിത് മായ്ച്ച് കളയാൻ പറ്റത്തില്ല, ഇതുകൊണ്ടേ പോയേ പറ്റൂ. അപ്പം നമ്മളിത് കൈകൊണ്ട് പോകുമ്പോഴത്തേക്ക് ആരെങ്കിലും നമ്മൾ പരിചയമുള്ളവർക്ക് തന്നെ കയ്യിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്നാന്ന് അവരോട് പറയരുത്. നിങ്ങൾ ഇന്ന കാര്യത്തിന് അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ ഇതൊരു ഏഞ്ചൽ നമ്പറാണ്, ഞാൻ എൻ്റെ ജോലിക്ക്, അങ്ങനെ നിങ്ങൾ പറയല്ലേ. ഇത് നിങ്ങൾക്ക് പറയാം, ഇതൊരു ഏഞ്ചൽ നമ്പറാണ്, എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ എഴുതിയേക്കുന്നതാണ്, നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടി. ഇത് നമുക്ക് കയ്യിൽ എഴുതാം, എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്നതാണോ പ്രാർത്ഥിക്കുക എന്ന കാര്യം എന്ന് വെച്ചാൽ അത് മാത്രം നിങ്ങൾ മറ്റൊരാളോട് പറയരുത്. അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി. നിങ്ങളുടെ മനസ്സിൽ വെച്ച് തന്നെ നിങ്ങളത് പ്രാർത്ഥിക്കുക, അത് മാത്രമേ ഉള്ളൂ, വേറെ ആരോടും പറയാതിരിക്കുക. പിന്നെ ചിലർ ചോദിക്കും ഇത് ഏത് ദിവസം തുടങ്ങണം എന്ന് ചോദിക്കും. ഏത് ദിവസം തുടങ്ങണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം തുടങ്ങാം. വെള്ളിയാഴ്ച തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് വെള്ളിയാഴ്ച തുടങ്ങാം, അല്ലാതെ ഇട ദിവസങ്ങളിൽ തുടങ്ങണമെന്നുള്ളവർക്ക് എങ്ങനെ ഏത് ദിവസമായാലും ഒരു കുഴപ്പമില്ല. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. ചില ദിവസങ്ങളിൽ തുടങ്ങിയാൽ നമുക്കത് ലക്കുള്ള ദിവസമാണ്, അതിൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് ചിലർക്കുണ്ടല്ലോ, അത് അങ്ങനെ തന്നെ ചിന്തിക്കാം. പിന്നെ ഞാൻ ഒറ്റൊരു കാര്യമുള്ളൂ, അഷ്ടമിക്ക് ഞാൻ ഒരു കാര്യവും തുടങ്ങാറില്ല. അഷ്ടമി അല്ലാത്ത ഏതൊരു ദിവസവും ഞാനിതിനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എടുക്കാറുണ്ട്. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അഷ്ടമിയെ നോക്കാറുണ്ട്, അഷ്ടമിക്കാൻ തുടങ്ങാറില്ല. അതും നിങ്ങളുടെയൊക്കെ വിശ്വാസം പോലെ കേട്ടോ. എൻ്റെ വിശ്വാസമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കത് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇതിനകത്ത് പിന്നെ വേറെ എന്നായിരുന്നു, വേറെയും കുറേ കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ ഒത്തിരി പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാം വിശദമായിട്ട് ഈ ഒരു ഇതിനകത്ത് പറഞ്ഞത്. പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി എഴുതാമോ, ഭർത്താവിന് വേണ്ടി എഴുതാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മകന് വേണ്ടി എഴുതി, അതിന് റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അമ്മമാർക്ക് മക്കൾക്ക് വേണ്ടി എഴുതാം, ഭർത്താവിന് വേണ്ടി, ഇതെല്ലാം നമ്മുടെ വീട്ടിലോട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, നമ്മുടെ ആവശ്യങ്ങളാണ്. നമ്മുടെ ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളത് നമ്മുടെ കൂടെ ആവശ്യമാണ്. നമ്മുടെ മക്കൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കിട്ടുക, അവർ നല്ലൊരു ഇതിലേക്ക് പോകുക, അല്ലെ അവർക്ക് നല്ലൊരു ജോലി കിട്ടുക, അതൊക്കെ നമ്മുടെ അമ്മമാരുടെയും കൂടെ ആവശ്യമാണ്. അപ്പോൾ അത് നമുക്കൂടെ എഴുതാം. പിന്നെ അവർക്കും ഒരു വിശ്വാസം വേണം, ഇതിലൊക്കെ അവരും പ്രാർത്ഥിക്കണം. ഇവിടെ സത്യം പറയട്ടെ, ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ ഈ 12 ഭയങ്കര വിശ്വാസമാണ്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കിയതാണ്, പക്ഷേങ്കിൽ ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇത് വിശ്വാസമാണ്. അതെന്നാന്ന് ചോദിച്ചാൽ അവരൊക്കെ ഓരോ കാര്യങ്ങൾ എഴുതി അവർക്കൊക്കെ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വിശ്വാസം വന്നത്. നമ്മൾ എഴുതി ഇത് റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് വിശ്വാസം വരുന്നത്. വിശ്വാസത്തോടു കൂടി എഴുതുക, ഒരിക്കലും നിങ്ങൾക്കിത് ഒരു പ്രശ്നമാകത്തില്ല. നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, നെഗറ്റീവ് ആകത്തില്ല. നിങ്ങൾ വിശ്വാസത്തോടു കൂടി എഴുതിയ എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തരും നമുക്ക് കമൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ചിലർ വന്നിച്ച് പറയും, ചേച്ചി ആദ്യം പറഞ്ഞ കാര്യം സാധിച്ചു, അടുത്ത കാര്യത്തിന് വേണ്ടി ഞാൻ ഇനി എഴുതാൻ തുടങ്ങണം, 7 ദിവസം കഴിഞ്ഞല്ലേ എഴുതണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോണ്ടല്ലോ, അവരുടെ ആ സന്തോഷത്തോടുള്ള കമൻറ്റ് കാണുമ്പോഴല്ലോ അതിലേറെ സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, നിങ്ങൾ ഈ 12 എഴുതുന്നവരാണെങ്കിലും ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ കാര്യസാധനത്തിന് വേണ്ടി. അതിനകത്തൊക്കെ വന്ന് ഓരോരുത്തരും ഓരോരോ ആവശ്യങ്ങൾ പറയുമ്പം ഞാൻ വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാവരുടെയും പേര് എനിക്ക് ഓർമ്മയില്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്നോട് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവരെ എല്ലാവരും ഇന്ന് പേരിക്കും, അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണമെന്നും ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ നിങ്ങളോടൊക്കെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ആർക്കൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടോ അവർക്കൊക്കെ ഞാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. പേര് ഓർമ്മയില്ലെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ആ ഇതിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇന്ന ആവശ്യങ്ങളോട് പറഞ്ഞ ആൾക്ക് അത് സാധിച്ചു കൊടുക്കണേ എന്നും പറഞ്ഞ് ഞാനും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. പിന്നെ നമ്മുടെ വിശ്വാസം പ്രാർത്ഥനയൊക്കെയാണ് നമ്മുടെ ഒരു കാര്യത്തിന് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഇനി വേറെ സംശയങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നോടിപ്പം ഈ 12 എന്നാന്നറിയാൻ മേലാത്തൊരു ചോദിച്ചവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. പിന്നെ നിങ്ങൾ എഴുതിയവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. ഞാൻ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. പിന്നെ ഈ വിരലിൽ എഴുതി വെച്ച് നമുക്ക് എന്ത് കാര്യങ്ങളാണ് സാധിക്കേണ്ടതെന്ന് ചിലർ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ മക്കളുടെ ജോലി, അല്ലെങ്കിൽ മക്കളുടെ വിവാഹം, അല്ലെങ്കിൽ ഒരു വീട്, കടബാധ്യത, നമുക്ക് കിട്ടാനുള്ള പൈസ,
നമുക്ക് അങ്ങനെ ചിലർ ചോദിക്കും അസുഖത്തിന് വേണ്ടി എഴുതിയാൽ ശരിയാവുമോ എന്ന് ചോദിക്കും. അസുഖത്തിന് വേണ്ടി എഴുതിയാൽ ശരിയാവുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ അസുഖം മാറാനെന്ന് പറഞ്ഞല്ല എഴുതേണ്ടത്, അതിന് എനിക്കൊരു വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം നമുക്ക് അതിനുള്ളൊരു നല്ലൊരു വഴി കാണിച്ചു തരും, അതിൽ നിന്ന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെയാണ് എഴുതേണ്ടത്. അല്ലാതെ നമ്മൾ മരുന്നൊന്നും കഴിക്കാതെ ഇത് എഴുതിയേച്ച് എൻ്റെ അസുഖം മാറ്റി തരണേ എന്നല്ല, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മരുന്നിൽ നിന്ന് നമുക്കത് പ്രയോജനപ്പെടണേ, അതിൽ നിന്ന് എനിക്ക് മാറ്റി തരണേ, അങ്ങനെ വേണം നമ്മൾ ചെയ്യേണ്ടത്. മരുന്ന് കഴിക്കാതെ നമ്മളിത് കയ്യിൽ എഴുതിക്കൊണ്ടിരുന്നിട്ട് യാതൊരു പ്രയോജനമില്ല. താൻ പാതി ദൈവം പാതി എന്നാണ്. നമ്മൾ കഴിക്കേണ്ട മരുന്ന് നമ്മൾ കഴിക്കണം, കഴിച്ചേച്ച് വേണം നമ്മൾ ഇത് എഴുതാനായിട്ട്. പിന്നെ ചിലർ പറയും ഇത് എഴുതിയിരുന്നാൽ മതിയോ, വീട്ടിൽ പൈസ കിട്ടുമെന്ന് ചോദിക്കും. പട്ടിണി കിടന്ന് ചത്തു പോകത്തേ ഉള്ളൂ കേട്ടോ. ഞാൻ വീണ്ടും പറഞ്ഞു, എൻ്റെ മിക്ക വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ്, പട്ടിണി കിടന്ന് ചത്തു പോകത്തേ ഉള്ളൂ. പണിക്ക് പോകാതെ ഈ 12 എഴുതിയിരുന്നേച്ച് എനിക്കാരെങ്കിലും പൈസ കൊണ്ടുതരുമെന്ന് പറഞ്ഞിരുന്നാൽ ആരും തരികയല്ല. നമുക്ക് കഷ്ടപ്പെടണം, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് പ്രയോജനം കിട്ടുക, നമുക്കതിനുള്ള വഴികൾ തെളിഞ്ഞു കിട്ടാനൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ശ്രമിക്കുന്നവർക്ക് അതിനെപ്പോഴും വഴികൾ ദൈവം തുറന്നു തന്നിരിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം വിശ്വാസത്തോടെ നമുക്ക് കിട്ടാക്കടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മളിത് എഴുതാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് സാധിച്ചു കിട്ടുന്നതാണ്. അങ്ങനെയൊക്കെയാണ് ഈ 12 എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഞാൻ മുഴുവൻ കാര്യങ്ങൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞെന്ന് തോന്നുന്നു. നിങ്ങൾ ഇന്നതേലും കാര്യങ്ങൾ ഞാൻ വിട്ടു പോയിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും ഞാൻ പറഞ്ഞെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് എനിക്കൊന്നു വത്സല മാത്യു അങ്ങനെ ആരോ ആണ് ലാസ്റ്റ് എനിക്ക് കമൻറ്റ് ഇട്ടത്, 12 ഒന്ന് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് മുന്നേ ഒത്തിരി പേര് എനിക്കിങ്ങനെ കമൻറ്റ് ഇട്ടായിരുന്നു. ഒന്നും കൂടെ ചോദിച്ചാൽ ചിലർക്ക് യൂട്യൂബിൽ കയറി അങ്ങനെ വീഡിയോ എടുക്കാൻ അറിയത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം അവർ പറയുന്നത്. അതിന് ഞാൻ ആരും കുറ്റം പറയത്തില്ല കേട്ടോ. നിങ്ങൾ പിന്നെ കമൻറ്റിലാണെങ്കിലും നിങ്ങൾ ചോദിക്കുന്നതൊക്കെ നിങ്ങൾ വീഡിയോ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെഗറ്റീവ് പറയുന്നവർ ഇതറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് വീണ്ടും ഒന്നും കൂടെ ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാക്കുക. അവർ വന്ന് മോശമായിട്ട് പറയാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാവേ.